പല കൂട്ടം വഞ്ചിക്കാര് പോയി വരുന്നൊരു കരയാണ്. പിടപിടക്കണ കൊഞ്ചും ചാളയും മിന്നിച്ചെത്തണ കാണൂലേ. അങ്ങനെയാണെങ്കിൽ എന്താ മാരാറ് വല്ല ഗേ കാറ്റഗറിയിലുള്ള ആളാണോ? അവിടെയുള്ള സ്ത്രീകളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് പറഞ്ഞോളാം. ഇയാൾ പറയേണ്ട കാര്യമില്ല. ഷൂട്ടിനൊക്കെ പോകുമ്പോ അത്യാവശ്യം കണ്ണെഴുതി പൊട്ടുവിട്ട് അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടല്ലേ പോവുക. അപ്പൊ അങ്ങനെ എന്നെ കുറച്ച് ഭംഗിയിൽ എല്ലാവരും കാണട്ടെ. എല്ലാവരും എല്ലാ സൈഡിൽ നിന്ന് എന്നെ കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരാള് പോലും എനിക്ക് അവിടെ ഇല്ല, നോ വൺ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഹായ് ഓൾ, ഇന്ന് നമ്മുടെ കൂടെ കാൻഡി ടോക്സിന്റെ ഫ്ലോറിലുള്ളത് നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ഹനാനാണ്. ഹനാൻ, വെൽക്കം ടു ദ ഫ്ലോർ. താങ്ക് യു. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? ലൈഫ് എങ്ങനെ പോകുന്നു? ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു. ഇൻഡിപെൻഡന്റ് ആയിട്ട് കുറെ യാത്രകൾ ചെയ്യാൻ പറ്റുന്നു. പിന്നെ എന്റെ സോങ്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ല ഹാപ്പി ആയിട്ട് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇപ്പോഴത്തെ ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറുണ്ട്. എന്താണ് അഭിപ്രായം ഈ സീസൺ ബിഗ് ബോസിനെ പറ്റിയിട്ട്? TRP റേറ്റിംഗ് കൂടുതലാണ്. പിന്നെ കുറെയൊക്കെ നെഗറ്റീവ് കണ്ടന്റുകൾ കൂടുതലായിട്ട് പോകുന്നുണ്ടോന്ന് നമുക്ക് ഡൗട്ട് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ സീസൺസിലൊക്കെ എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു. ഈ സീസണിൽ അത് കുറവാണോ, ഫൈറ്റ് ആണോ കൂടുതൽ നടക്കുന്നത് എന്നുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ട്. കൂടാനുള്ള സമയമാണ് കൂടുതൽ അവർക്ക്, നമുക്കൊരു എന്റർടൈൻമെന്റ് തരുന്നതിനേക്കാളും കലാപരമായിട്ടൊക്കെ കുറച്ച് ടാലൻസ് കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുക, അങ്ങനെ ഒരു പ്രൊഡക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നത് കുറവാണോ? കഴിഞ്ഞ സീസണിൽ പക്ഷെ ഒരുപാട് ആക്ടിവിറ്റീസ് ആ രീതിയിൽ നോക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അഖിൽമാരാർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റി. അതായത് ഇപ്പോൾ ബിഗ് ബോസിൽ ഉള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് അങ്ങനെയാണ് ബിഗ് ബോസിൽ കയറിയത്, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം കുറേ പേർക്ക് ഉണ്ടായിട്ടുണ്ട്, കുറേ പേര് അത് പറയാൻ മടിച്ചിരിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. എന്താണ് അഖിൽമാരാർ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് ഹനാന്റെ പ്രതികരണം? കാരണം ഹനാനും ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം അത് ഹനാനെയും ബാധിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ ഹനാൻ എങ്ങനെ അതിൽ കയറിയെന്നുള്ളതിന്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരിക്കാം ചിലപ്പോൾ പുള്ളിക്കാരൻ ആ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്. എന്താണ് അഖിൽമാരാരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ഹനാന്റെ പ്രതികരണം? മാരാർ ബിഗ് ബോസിലുള്ളപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു, അയാളുടെ വൈഫിനെ അടിക്കാറുണ്ടെന്ന്. അതൊരു അഭിമാനമായിട്ട് കരുതിയിട്ടാണ് പല സമയത്ത് അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാറുള്ളത്. അപ്പൊ സ്ത്രീവിരുദ്ധത ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് സ്ത്രീക്കെതിരെ ഒരു അക്രമം നടന്നു എന്ന് പറയാൻ എന്താണ് റൈറ്റ്സ് ഉള്ളത്? ആദ്യം അവനവന്റെ പ്രവൃത്തി നന്നായാലല്ലേ മറ്റുള്ളവരെ പറയുന്നതിന്റെ ഒരു കാര്യമുള്ളത്. ഇനി ഏഷ്യനെറ്റിലെ ഏതോ ചാനൽ ഉന്നതര് ഏതോ പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെയാണ് അവിടെ മത്സരിച്ചിട്ടുള്ള പെൺകുട്ടികൾ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉള്ള അഭിപ്രായം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാനലിന്റെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലും മോശമായിട്ടുള്ള എൻ്റെ മോൾഷായനും ചാനലും കൂടെ ഒരുമിച്ചാണ് ഈ പ്രോഗ്രാമിൽ കാസ്റ്റിംഗ് നടത്തുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരാളുടെ ഭാഗത്തുനിന്ന് പോലും ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സംസാരം കൊണ്ടോ ഒരു മോശമായിട്ടുള്ള ഒരു ഇത് ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു മോശം പ്രവൃത്തി, കൂടെ ബെഡ് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്കും തന്നെ ബിഗ് ബോസിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാണ്. കാരണം ബിഗ് ബോസിൽ സെലക്ട് ചെയ്യുന്നതിന്റെ മാനദണ്ഡം നമുക്ക് അത്യാവശ്യം ഫെയിമും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഒന്നില്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിച്ചിരിക്കണം, അല്ലെങ്കിൽ ആളുകളെ നമ്മൾ അറിയുന്ന ഒരു ഇതുണ്ടെങ്കിൽ മാത്രമാണ് ഒരു കാറ്റഗറി. പല കാറ്റഗറീസിൽ ബിഗ് ബോസിന് സെലക്ഷൻ നടക്കുന്നുണ്ട്. ജിമ്മിൽ നിന്ന് ഉള്ളത്, ട്രാൻസ്ജെൻഡർ റെപ്രസെന്റേഷൻ, പിന്നെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഇപ്പൊ ഒപ്പീനിയൻസ് ഒക്കെ പറയുന്ന ലേഡീസ് ഉണ്ടെങ്കിൽ അവരെടുക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ്. ഇനി നമ്മുടെ ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജെൻഡർ ഇൻഇക്വാലിറ്റി ഇവിടെ സ്ത്രീക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന പ്രവണത ഇവിടെ ഓൾറെഡി ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് മോശം അഭിപ്രായങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അഖിൽമാരാർ എന്ന് പറയുന്ന ആള്. അഖിൽമാരാറിന്റെ ഈ പരാമർശം ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയില് പെൺകുട്ടികൾ ഇങ്ങനെ വന്ന് ചെയ്തു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഈ രീതിയിൽ മാത്രമല്ല ബാധിച്ചിരിക്കുന്നത്. വളരെ മോശമായിട്ട് ഒന്നടങ്കം സ്ത്രീ ഏത് മേഖലയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാലും, അവളുടെ റവന്യൂ ഷെയർ ചെയ്ത് കഴിഞ്ഞാലും, ബെഡ് ഷെയർ ചെയ്താലും മാത്രമാണ് അവൾക്ക് ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു സൊസൈറ്റിക്ക് തന്നെ എല്ലാ സ്ത്രീകൾക്കും അപമാനമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വാക്കുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എനിക്ക് തിരികെയും ചോദിക്കാൻ പറ്റുമല്ലോ, മാരാറ് ഈ ഷോയിലുണ്ടായിരുന്ന സമയത്ത് എത്രയോ വൾഗറായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. അതിവിടെ പറയാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ജുനൈസ് എന്ന് പറഞ്ഞ വ്യക്തിയെ മുണ്ടൂക്കി കാണിച്ചു. ഒരു സ്ത്രീയോടും കൂടി അല്ല മാരാറ് മോശമായിട്ട് പെരുമാറിയ. അങ്ങനെയാണെങ്കിൽ എന്താ മാരാറ് വല്ല ഗേ കാറ്റഗറിയിലുള്ള ആളാണോ? ഇനി മോശം പ്രവൃത്തി ചെയ്തിട്ടാണോ മാരാർക്ക് കപ്പ് കിട്ടി? അപ്പൊ ഞങ്ങൾക്ക് ഈക്വൽ ആയിട്ട് എല്ലാവരും ട്രീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാലോ.
ഞാനത് ചോദിക്കാനായിട്ട് നിൽക്കില്ല. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും സാധാരണ ഒരു മനുഷ്യന്റെ മനസ്സിൽ വേണമെങ്കിൽ സംശയം വരാം. മാരാർക്ക് കപ്പ് കിട്ടിയത് അപ്പൊ എന്ത് ഷെയർ ചെയ്തിട്ടാണ്? മാരാറ് തെറ്റായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ? മാരാറ് ചാനലിന്റെ അടുത്ത് സഹകരിച്ചിട്ട് ഇനി കപ്പ് നേടിയുള്ള വിരോധമാണോ ചാനലിന്റെ അടുത്ത് തീർക്കുന്നത്? അല്ലെങ്കിൽ ചാനൽ എന്ത് ദ്രോഹമാണ് ഓണത്തിന്റെ ഷൂട്ടിനും അല്ലെങ്കിൽ എല്ലാ രീതിയിലും അവര് നല്ല രീതിയിൽ അഖിൽമാരാറിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മാരാറിനെ ഈ രീതിയിൽ അയാളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പറയട്ടെ. അല്ലാണ്ട് സ്ത്രീകളുടെ കാര്യം, അവിടെയുള്ള സ്ത്രീകളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് പറഞ്ഞോളാം. ഇയാൾ പറയേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ ഇനി ഹനാന്റെ ബിഗ് ബോസ് വിശേഷങ്ങളിലോട്ട് പോവാം. വളരെ കുറഞ്ഞ സമയമായിരുന്നു ഞങ്ങൾക്ക് ഹനാനെ ബിഗ് ബോസിൽ കാണാൻ പറ്റിയത്. പക്ഷെ അതുവരെയുള്ള കണ്ടസ്റ്റൻസിനേക്കാളും വേറൊരു ഗെയിം പ്ലാൻ ആയിട്ടായിരുന്നു ഹനാൻ ബിഗ് ബോസിന്റെ അകത്തോട്ട് കയറി ചെന്നത്. അപ്പൊ എന്തായിരുന്നു ഹനാന്റെ ബിഗ് ബോസ് വിശേഷങ്ങൾ? എത്ര ദിവസം ഉണ്ടായിരുന്നു ശരിക്കും ബിഗ് ബോസ് ഷോയില്? 1 വീക്ക് ഉണ്ടായിരുന്നു. ആ 1 വീക്കിന്റെ വിശേഷങ്ങളൊന്ന് പറഞ്ഞുതരാമോ? എങ്ങനെയായിരുന്നു ഹനാൻ? ഞാൻ ഒരുപാട് പ്രതീക്ഷകളും എൻ്റെ പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ കാഴ്ചവെച്ച് ഇപ്പോൾ സൊസൈറ്റിയിലൊക്കെ എല്ലാ പ്രോഗ്രാംസിനും പോകുമ്പോൾ എങ്ങനെയാണോ സ്ട്രോങ് ആയിട്ട് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എനിക്ക് അവിടെ എൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് ഞാൻ പോയത്. പക്ഷേ നമ്മളെ ഇങ്ങോട്ട് ട്രീറ്റ് ചെയ്യാന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ടല്ലോ ചാനലിൻ്റെ ഭാഗത്തുനിന്ന്. എനിക്ക് ആദ്യം തന്നെ ഒരു ജിമ്മിൻ്റെ ഷൂട്ട് നടന്നു. ഒരു ഇൻട്രൊഡക്ഷൻ ഷൂട്ട് കിടക്കുകയാണ്. ആ ഷൂട്ട് കിടക്കുന്ന സമയത്ത് ഒരു ദിവസം നമുക്ക് ഏറി വന്ന് എത്ര നേരം വർക്കൗട്ട് ചെയ്യാൻ പറ്റും? ഒരു 1 hour. ആ 1 hour അല്ലാതെ ഈ ഇൻട്രോയുടെ ഷൂട്ട് മാക്സിമം നന്നായിക്കോട്ടെ വെച്ചിട്ട് നമ്മളൊരു 3-4 മണിക്കൂർ അടുപ്പിച്ചിട്ട് ഈ ഷൂട്ട് എടുക്കുകയാണ്. ചാനലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ലെഗിന്റെ വർക്കൗട്ട്, കാർഡിയോ, ഹിറ്റ് സെക്ഷൻസ് ഇതെല്ലാം ഒരുമിച്ച് ജിമ്മിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ടോ ഇതിലെല്ലാം നമ്മൾ വർക്കൗട്ട് വീഡിയോ പല സമയത്തായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പല ഷോർട്സ് എടുക്കുകയാണ്. 4 hours ഒരുമിച്ച് വർക്കൗട്ട് ചെയ്തിട്ട് ഇതിന്റെ പിറ്റേ ദിവസം എൻ്റെ അടുത്ത് പറയണം ഹനാൻ വാക്സിൻ എടുക്കണം എന്ന് പറയാം. അപ്പൊ ഈ വർക്കൗട്ട് കഴിഞ്ഞ് അല്ല TTR നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ പറ്റി കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ ഈ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞിട്ട് കയ്യും കാലൊക്കെ അനങ്ങാൻ പറ്റുന്നില്ല. ഏത് മനുഷ്യനായി കഴിഞ്ഞാലും ടയേർഡായി പോകും. ഈ ഒരു സിറ്റുവേഷനിൽ എൻ്റെ അടുത്ത് പറഞ്ഞു വാക്സിൻ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഷോയ്ക്ക് പോണതിൻ്റെ കുറേ ദിവസം മുന്നേ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ വാക്സിനോ ഇതൊക്കെ ഉണ്ടെങ്കിൽ മുൻകൂട്ടി കുറച്ച് ദിവസം മുന്നേ ചെയ്യാമെന്ന് എൻ്റെ ഭാഗത്ത് നിന്ന് സജഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഹനാൻ കൺഫേം ആയിട്ടില്ലേ വിളിക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. കൺഫേം ആയതിനു ശേഷം ഞാൻ പറഞ്ഞു വാക്സിനൊക്കെ നമുക്ക് മുൻകൂട്ടി എടുത്തു വെക്കാമെന്ന്. അപ്പൊ അത് അവരെ ഭാഗത്ത് നിന്ന് അവര് ഭയങ്കര തിരക്കൂട്ടി സ്പീഡ് പ്രോസസ്സിങ്ങിൽ എന്നിട്ട് ഓടിച്ചു. അപ്പൊ എനിക്ക് ഈ ഷോയ്ക്ക് കയറുന്ന സമയത്ത് തന്നെ എനിക്ക് തീരെ വയ്യ. കൈയും കാലം അനങ്ങില്ല. കാരണം ഈ വർക്കൗട്ടും വാക്സിനും കൂടെ ആയപ്പോ എനിക്ക് പനി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊരു 2 days റെസ്റ്റ് തന്നിട്ട് കയറിയാൽ മതി എന്നുള്ളൊരു ഇളവ് ആ സമയത്ത് എനിക്ക് തരികയായിരുന്നെങ്കിൽ അത് ഓക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിലകത്തേക്ക് പോയിട്ട് എൻ്റെ ഹെൽത്ത് ഇഷ്യൂ ഓൾറെഡി ഉണ്ടല്ലോ അത് ഇവർക്കും അറിയാം. അപ്പൊ ഒന്ന് 2 ദിവസം റെസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ മാറിക്കോളൂല്ലോ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ ആ സമയത്ത് സിറ്റുവേഷനായിട്ട് അഡ്ജസ്റ്റ് ആയി. പിന്നെ നടക്കുന്നത് ഈസ്റ്ററിന്റെ സ്പെഷ്യൽ ഡേയിലാണ് എന്നെ അകത്തേക്ക് വിടാൻ പോകുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷം. എന്നെ അവര് ഇത്രയും നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേയിൽ നമുക്കൊരു സ്ഥലത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഭാഗ്യമാണ് എന്നൊക്കെ വെച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഈ 4 സീസണും കാണുമ്പോൾ ഞാൻ ഭയങ്കര തീവ്രമായിട്ട് ആഗ്രഹിച്ചിരുന്നു ലാലേട്ടൻ്റെ കൂടെ ആ സ്റ്റേജിൽ നിൽക്കുക എന്ന് പറയുന്ന ഏറ്റവും എല്ലാവർക്കും നമുക്ക് ചേട്ടൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് വിഷൊക്കെ മേടിച്ച് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണല്ലോ. അപ്പോൾ ഞാൻ അതിയായിട്ട് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷെ എനിക്കത് മുടങ്ങിപ്പോയത്. രാവിലെ 8 മണിക്ക് വരെ എന്നെ ഒരുക്കി നിർത്തിയിട്ട് രാത്രി 11:30 വരെ ഈ കോസ്റ്റ്യൂംസും മേക്കപ്പും എല്ലാം കൂടെ ഞാൻ ബെയർ ചെയ്ത് ഇത്രയും ഹെൽത്ത് ഇഷ്യൂ ഉള്ളതിൻ്റെ ഇടയിൽ ഇവര് നിർത്തിയിട്ട് രാത്രി 11:30 ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ലാലേട്ടൻ അഖിൽമാരാരുടെ അടുത്ത് വഴക്കുണ്ടാക്കി, സാഗറും മാരാറും തമ്മിൽ ഹൗസിൽ വഴക്ക് നടന്നപ്പോൾ വഴക്കുണ്ടാക്കി ലൈൻ കട്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അവിടെ ആ ഇറങ്ങിപ്പോക്കിൽ ഇല്ലാതായത് എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഈ നിമിഷം വരെയും ഞാൻ അതോർത്ത് വിഷമിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഹാർഡ്ലി എൻ്റെ പെയിൻ ആർക്കും മനസ്സിലാവുന്നില്ല. എന്നെ മെന്റലി ഡൗൺ ആക്കിയിട്ടാണ് അവര് അകത്ത് കയറ്റിയത്. അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം എന്നെ ഇതേപോലെ ഒരുക്കുക. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ലാലേട്ടൻ സ്റ്റേജിലുണ്ടാവും, എന്നെ സ്റ്റേജ് വഴിയാണ് കയറ്റി വിടുന്നതെന്നാണ്. പക്ഷെ ഇവർ എൻ്റെ അടുത്ത് ഒരു മുന്നറിയിപ്പും തരാതെ എന്നെ വീട്ടിലേക്ക് അകത്തേക്ക് പോയെന്ന് പറഞ്ഞിട്ട് ഇവര് പെട്ടെന്ന് കയറ്റി വിട്ടു. വീടിന്റെ അകത്തേക്ക് പോണേന്ന്. അതെ. അപ്പൊ എനിക്ക് തലേ ദിവസം കാത്തു നിന്ന് എന്റെ സമയത്തിന് വിലയില്ലേ, അതെന്നെ ഭയങ്കര ഹാർഡ്ലി എന്നെ അത് എനിക്ക് ഡിപ്രഷൻ തരും, ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം എന്നെ ഒന്നും അല്ലാതെയാണോ ട്രീറ്റ് ചെയ്തത് എന്നൊക്കെയുള്ള ഒരു തോന്നൽ എനിക്ക് വന്നു. പക്ഷെ
ചാനലിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അങ്ങോട്ട് തെറ്റ് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. കാരണം അവര് സ്റ്റേജിൽ കയറ്റി വിടാനാണ് ഒരുക്കി നിർത്തിയത്. പക്ഷെ ഇവരെ വഴക്കുണ്ടാവുക ഇറങ്ങി പോകുന്നൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പക്ഷെ എന്റെ ടൈമിന് വിലയുണ്ട്. ഞാൻ അത്രയും നേരം കാത്തു നിന്നിട്ട്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ വരുന്ന ദിവസം അവരെന്നെ എൻട്രി ചെയ്യിപ്പിക്കണമായിരുന്നു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വീടിനകത്തേക്ക് കയറ്റണേക്ക് മുന്നേ ലാലേട്ടൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ലാലേട്ടനുള്ള സ്റ്റേജ് വഴി പോയിട്ട് എനിക്ക് കയറാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേനെ. പക്ഷെ എന്നെ അറിയിച്ചു പോലും ഇല്ല. അപ്പൊ ആ ഒറ്റ കാര്യത്തിലാണ് ഞാൻ ഡൗൺ ആയത്. കാരണം ഞാൻ 4 വർഷമായിട്ട് അടുപ്പിച്ച് എനിക്ക് ആ സ്റ്റേജിൽ കയറണമെന്ന് അത്ര ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ ഏത് മനുഷ്യനായാലും ഡൗൺ ആവും. ശരിയാണ്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് അവിടുത്തെ കണ്ടസ്റ്റൻസ് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. ഈവൻ ബോസ് ചീത്ത പറഞ്ഞാൽ പോലും എനിക്കതൊരു ഒരു വിഷയമല്ല. തിരിച്ച് ചിലപ്പോ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവലിൽ ഞാൻ തിരിച്ച് ചീത്ത വിളിക്കുക അല്ലെങ്കിൽ ഒരു കൂസലുണ്ടായിരുന്നില്ല. അപ്പോ ഒരു കണ്ടസ്റ്റൻസിനും അവർക്ക് എന്നോട് വന്നിട്ട് എന്തൊക്കെയാ പറയാൻ ഫിയർ ഉള്ളതായിട്ട് എന്നെ പേടിക്കണമെന്നുള്ള രീതിയിൽ എനിക്ക് പലരും തോന്നിയിരുന്നു. അവർക്ക് പല കാര്യങ്ങളും എന്നോട് സംസാരിക്കാനൊക്കെ ഒരു പേടി. അതുപോലെ എനിക്കാണ് ഫീൽ ചെയ്തിരുന്നത്. ഞാൻ കേൾക്കലെ എന്നെ കുറ്റം പറയില്ല. പിന്നെ ഞാൻ പുറത്തിറങ്ങിയതിനു ശേഷം കുറെ ദേവുവിന്റെ ഒക്കെ വീഡിയോ ഉണ്ട്. ഞാൻ വന്ന 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ ഇവര് കുടുംബശ്രീ തുടങ്ങി എന്നെ കുറിച്ച് കുറ്റം പറയാണ്. അപ്പൊ കുറച്ചൊക്കെ ഒരു മകളുടെ പോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന മനുഷ്യ. അപ്പോ അവരെന്നാണ് എനിക്ക് പിന്നെ ഒരു സ്നേഹവും സപ്പോർട്ടും ഉള്ളതായിട്ട് ആ സമയത്ത് ഫീൽ ചെയ്തത്. പിന്നെ ഇവര് ഗ്രൂപ്പിസം കൂടിയിട്ട് അവളിങ്ങനെ അപ്പൊ വൈൽഡ് കാർഡ് വന്നിട്ട് വിറക്കിണ്ടെന്നാണ് ഇവര് പറയുന്നത് പിന്നെ വീഡിയോ കാണുമ്പോൾ. പക്ഷെ ആക്ച്വലി അവിടെ അതിൻ്റെ ഉള്ളില് ഇവരെന്ത് വന്നു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് തിരിച്ച് ഞാൻ ഭയങ്കര ബ്രേവ് ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു കാര്യം മാത്രം എന്നെ മെന്റലി തളർത്തിക്കൊണ്ടിരുന്നു. ലാലേട്ടൻ്റെ കൂടെ ഇവരെന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തില്ലല്ലോ. ഞാനൊരു ആരുമില്ലാത്ത ഒരാളെ പോലെ എന്നെ ഇവർ കൊണ്ടുവന്നിട്ട് എല്ലാവരും ലാലേട്ടൻ്റെ കൂടെ എൻട്രി ഒക്കെ കൊടുത്ത് എല്ലാം ചെയ്ത് അതിനനുസരിച്ച് ട്രീറ്റ് കൊടുത്ത് വിടണു. പിന്നെ അവിടുത്തെ കണ്ടസ്റ്റൻസിന് അറിയേണ്ടത് പുറത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ ഭയങ്കര ഐഡിയലായിട്ട് ഇവരെ ട്രീറ്റ് ചെയ്തു. ഞാൻ പുറത്ത് കിടക്കുന്ന കാര്യങ്ങളൊന്നും ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കൺഫെഷൻ റൂമിൽ വിളിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും കൊടുക്കുന്ന പോലെ നല്ലൊരു ട്രീറ്റ് ചെയ്യലില്ലേ ഹനാൻ. അപ്പൊ അല്ലെങ്കിൽ വെൽക്കം, നന്നായി കളിക്കുക, ഒരു വിഷ് തരില്ലേ, അതെനിക്ക് തന്നില്ല. വന്ന വശം തന്നെ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പ്രൊവോക്ക് ചെയ്യുക. നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു കാരണവശാലും ഹനാൻ പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ ഐഡിയൽ ആയിട്ടാണല്ലോ അവരെ ട്രീറ്റ് ചെയ്തത്. ഞാൻ പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയാം. അപ്പൊ ആ സമയത്ത് നിങ്ങൾ പറയണ കേൾക്കാനൊന്നല്ല ഞങ്ങളിവിടെ ഇരിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ബിഗ് ബോസിന്റെ അപ്പൊ വീട്ടിലേക്ക് കൺഫെഷൻ റൂമിൽ ആദ്യം എത്തിയ എനിക്ക് കിട്ടിയ ട്രീറ്റ് എന്നെ ഭയങ്കരമായിട്ട്. അപ്പൊ എനിക്ക് തോന്നി കണ്ടസ്റ്റൻസ് എല്ലാം എന്നെ റാഗ് ചെയ്യാൻ നിൽക്കണു, സ്വാഭാവികം. പക്ഷെ ടീമിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു രീതിയിലും സപ്പോർട്ട് ഇല്ല എന്നുള്ളൊരു സാധനം വന്നപ്പോ ഞാൻ പയ്യെ ഡൗൺ ആയി. പിന്നെ സെറ്റായി തിരിച്ച് റിക്കവർ ആവുമല്ലോ നമുക്ക് ഏത് മനുഷ്യർക്കായാലും എന്തുണ്ടായി കഴിഞ്ഞാലും. അപ്പൊ ഞാനിങ്ങനെ പരാതി പറയുന്നുണ്ട് ലാലേട്ടൻ എന്റെ കൂടെ സ്റ്റേജിൽ വിടാതിരുന്നതും എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തതിലും എനിക്ക് വിഷമമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. കൺഫെഷൻ റൂമിലും എല്ലാ ക്യാമറയിലൊക്കെ പോയിട്ട് ഞാനിത് പറയുന്നുണ്ട്, എനിക്ക് എന്നത് ബാധിച്ചു. പക്ഷേ പിന്നെ സംഭവിക്കുന്ന വെച്ചാൽ ഞാൻ വിചാരിച്ചു അതൊക്കെ റെഡിയാവും. പിന്നെ ആ ഒരു ഓളത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കൂടി വരാൻ തുടങ്ങി. ഭയങ്കര എല്ലാം ഓൾറെഡി ബോഡി ഡൗൺ ആണല്ലോ. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ കാണുന്നത് എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഒരടി അനങ്ങാനും പിന്നെ ഉറക്കവും കാര്യങ്ങളും ഒന്നും. കാരണം ഒരു വീടിൻ്റെതായിട്ടുള്ള ചുറ്റുപാടിൽ വന്നിട്ട് നമ്മളെല്ലാം കൊണ്ടൊന്ന് സെറ്റായി വരണ്ടേ. ഒരു വീട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് അംഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് വെൽക്കം ചെയ്യുക, ഒരു അതിഥിയുടേതായിട്ടുള്ള ട്രീറ്റ് തരില്ലേ. അപ്പൊ എനിക്കൊന്നും പറയണൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു കാര്യം എന്നെ പഠിപ്പിച്ചു, നമുക്ക് ഒരു രീതിയിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യാൻ പോകരുത്. ഞാനപ്പോൾ അവിടെ ചെറിയ രീതിയിൽ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ വിഷ് കിട്ടിയാലേ എനിക്ക് അവിടെ സ്ട്രോങ് ആവാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഉണ്ടായത് എന്നൊക്കെ ഓർത്ത് ഞാൻ കുറച്ചും കൂടെ സ്ട്രോങ് ആവാൻ തുടങ്ങി. ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുന്നിൽ എന്ത് വന്നു കഴിഞ്ഞാലും എന്നെ ആരും, അതായത് എനിക്കെന്ന് വെച്ചാൽ എന്നെ ആരും കെയർ ചെയ്യണമെന്നില്ല. അതായത് ഇനിയിപ്പോൾ തുടർന്ന് എന്ത് കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ എന്നെ ഒരാൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിക്കില്ല വാട്ട് എവർ ഇറ്റ് ഈസ് ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്ന എന്നെ അത് കൂടുതൽ സ്ട്രോങ് ആക്കി. പക്ഷെ ആ ഒരു പെയിൻ എനിക്കുണ്ടെങ്കിലും ഞാൻ അതിനെല്ലാം റിക്കവർ ചെയ്ത് എനിക്ക് അതിനൊരു സൊല്യൂഷൻ പിന്നീട് കാണാൻ പറ്റും. ചിലപ്പോൾ ലാലേട്ടൻ്റെ കൂടെ നല്ലൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി
നാളെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പില്ലല്ലോ. അപ്പോൾ ദൈവം എന്നെ ഇങ്ങനെ ഈ രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ എനിക്ക് അതിന് വലുതായിട്ട് എന്തെങ്കിലും തരും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് ഞാനിപ്പോൾ ഹോപ്പ്ഫുള്ളി പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനൊരു ഡൗട്ട് ചോദിക്കാം. ഇനി ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ, അപ്പം ഈ സീസണിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് സീസണിലോ ഹനാനൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോയിലോട്ട് റീ എൻട്രി ചെയ്യാനായിട്ട് ഹനാന് ഇൻട്രസ്റ്റഡ് ആണോ? എനിക്ക് ഇനി ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ആ സ്റ്റേജിൽ നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എനിക്ക് അവിടെ പോകുമ്പോഴുള്ള. ഞാൻ ഒന്ന് മാത്രമേ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ലാലേട്ടൻ്റെ കൂടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആവും. അതിനപ്പുറത്തേക്ക് കുറച്ച് ദിവസം നിന്ന് എല്ലാവരുടെ അടുത്തും കുറച്ച് പോസിറ്റീവ് വൈബൊക്കെ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള ഒരു ഗെയിം പ്ലാനൊക്കെ നോക്കിയിട്ട് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി ഒരിക്കൽ ഞാൻ ആ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സ്റ്റേജിൽ നിൽക്കാനുള്ള ഒരു ആഗ്രഹത്തിലല്ല. ആ ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ ഇനി ഞാൻ അവിടെ കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കപ്പും കൊണ്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ. തീർച്ചയായിട്ടും നമുക്കും ഇനി ഹനാനെ ബിഗ് ബോസിൽ കാണാൻ പറ്റട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കാരണം ഇപ്പം ഇത്രയും പ്ലാനും അല്ലെങ്കിൽ ഇത്രയും ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ചിലപ്പോൾ ഇനി ഹനാൻ വരുവാണെങ്കിൽ ഭയങ്കര അടിപൊളി. ഞാനിപ്പോ ഈ തുറന്നു പറഞ്ഞ വേദനകളും വിഷമങ്ങളും അണിയറ പ്രവർത്തകരും മനസ്സിലാക്കുന്നില്ല, പ്രേക്ഷകരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് ഒരാളുണ്ട്, ദൈവം എന്ന് പറഞ്ഞ ഒരാള്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും എന്നെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഒരു അച്ചീവ്മെന്റ് എൻ്റെ ലൈഫിൽ ഉണ്ടാവും. എനിക്കിതൊരു ചലഞ്ചായിട്ട് എനിക്ക് ലൈഫിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടുണ്ടായ ഒരു അനുഭവമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇപ്പം ഇത്രയും വിഷമം ഒക്കെ ഉണ്ടായതിന് ശേഷമാണ് ഹനാൻ ആ ഷോയിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. ആഫ്റ്റർ ബിഗ് ബോസ് ലൈഫ് എങ്ങനെയായിരുന്നു? അത് നമ്മുടെ റെഗുലർ ലൈഫിനെ ബാധിച്ചായിരുന്നോ? പുറത്തിറങ്ങിയിട്ട് ഹനാൻ എങ്ങനെ അത് ഓവർകം ചെയ്തു ആ ഒരു വിഷമത്തെ? പുറത്തിറങ്ങിയ സമയത്ത് ഞാനൊരു സീറോ ആയിട്ട് നിൽക്കുകയാണ്. ഒന്നും ഒരു അച്ചീവ്മെന്റ് ഉണ്ടാകാൻ കഴിയാതെ ഇരുന്ന സമയത്ത് എനിക്ക് ദൈവദൂതനെ പോലെ തോന്നി. പ്രവീൺ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഹനാൻ ഹോസ്പിറ്റലിൽ വെച്ച് എഴുതി. അപ്പം ഞാൻ അവിടുത്തെ എൻ്റെ എല്ലാ വിഷമവും സന്തോഷവും എല്ലാം കൂടെ കലർന്നൊരു ഫീലിംഗ് ആണ് ഞാൻ അനുഭവിക്കുന്നത്. അപ്പം എൻ്റെ അപ്പോഴത്തെ ഒരു അനുഭവം വെച്ച് ഞാനൊരു സോങ് എഴുതി കമ്പോസ് ചെയ്ത് അപ്പം തന്നെ കമ്പോസിങ് ചെയ്തായിരുന്നു. അപ്പം അത് കേൾപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ലാലേട്ടൻ്റെ കൂടെ സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയില്ല, പക്ഷേ ഈ സോങ് എങ്കിലും ചേട്ടനെ കേൾപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹം പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് റെക്കോർഡ് ചെയ്തിട്ട് ചാനൽ ഇത് ടെലികാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ സമയത്ത് ഞാനൊരു സീറോ പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു അച്ചീവ്മെന്റ്, എൻ്റെ സോങ് എനിക്ക് റെക്കോർഡ് ചെയ്യും. ഇത്രയൊക്കെ ഡിപ്രഷനിൽ നിൽക്കുന്ന സമയത്തും അത് മാത്രം എനിക്കൊരു അനുഗ്രഹമായി. അപ്പം അതിന് എനിക്ക് പ്രവീൺ സാറിന് ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ ആ ഗ്രാറ്റിറ്റ്യൂഡ് മറന്നു പോവില്ല. എൻ്റെ മനസ്സിൽ അത്രയ്ക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. സോങ് ഇറങ്ങിയ ആ ഒരു മൊമെന്റിൽ എല്ലാവരും ഒരു നെഗറ്റീവ് കമന്റ് പോലും അതിൻ്റെ കമന്റ് സെക്ഷനിൽ ഉണ്ടായിരുന്നില്ല. ഹനാൻ ഇനിയും ഈ ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹനാന് അച്ചീവ്മെന്റ്സ് ഇനി ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഈ പാത്തിൽ ഇനിയും സോങ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പോസിറ്റിവിറ്റി കൊടുത്ത് മുന്നോട്ട് പോകാൻ എനിക്ക് ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ അത് റൈറ്റ് ട്രാക്ക് ആയിരിക്കും എന്നുള്ളൊരു ഇതെനിക്ക്. ഓക്കെ, ഇപ്പം ബിഗ് ബോസിന് ശേഷം ബിഗ് ബോസിന്റെ ആ ഒരു ഫ്ലോറിലുണ്ടായിരുന്ന ആരൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്? ഇപ്പൊ ആരൊക്കെയാ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ബിഗ് ബോസിൽ നിന്ന്? നമുക്ക് എല്ലായിടത്തും ഫ്രണ്ട്സിന് കിട്ടില്ലേ, അതേപോലെ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്സ് ആരൊക്കെയാ? എനിക്ക് ഫ്രണ്ട് ലിസ്റ്റുകളൊക്കെ വളരെ കുറവാണ്. ഞാനിപ്പോൾ കുറച്ച് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ കൂട്ടുകൂടി നടക്കുക എന്നുള്ളതല്ല എൻ്റെ ഫോക്കസ്. എനിക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട്. നമുക്ക് ഫ്രണ്ട്സ് കൂടി എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ലൈഫിൽ നല്ലൊരു സമയം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. ബിഗ് ബോസിലുള്ള മത്സരാർത്ഥികളായാലും ഇപ്പം ബന്ധമുള്ളത് ശോഭേച്ചി ഇടയ്ക്ക് വിളിക്കും, നമ്മളോട് സ്നേഹമുള്ളവർ നമുക്ക് പ്രയോറിറ്റി തരുന്നവർ ഇടയ്ക്ക് അനിയമിതും ഇടയ്ക്ക് അന്വേഷിക്കും, അങ്ങനെ വിഷ്ണു ചേട്ടൻ അന്വേഷിക്കും. അപ്പം അങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും ഡീപ്പായിട്ടുള്ള ബന്ധങ്ങളല്ല. എനിക്ക് ഫ്രണ്ട്ഷിപ്പുകളും കുറവാണ്. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് കുറേ ഗോൾസ് ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ കരിയറിൽ ഫോക്കസ്ഡ് ആയ കാരണം മോസ്റ്റ്ലി എനിക്ക് അതിന് ടൈം കുറവാണ്. ഇപ്പോൾ ലൈഫ് ഗോൾസിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഞങ്ങൾ ഒരുപാട് പേരൊക്കെ ഹനാനെ ആദ്യമായിട്ട് കാണുമ്പോൾ തൊട്ട് ഹനാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. കുഞ്ഞുനാളൊട്ടേ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് സർവൈവ് ചെയ്ത് വരുന്ന. അപ്പം ഇത്തരം ഹാർഡ് വർക്ക്സ് ഹനാൻ്റെ ലൈഫിനെ മെച്ചുവേർഡ് ആക്കാൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊന്ന് പറയാമോ? മെച്ചുവർ ആവാൻ ഞാൻ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് കുറച്ചൊക്കെ മെച്ചുവർ ആയിട്ട് സംസാരിക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ ചെറുപ്പത്തിൽ ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്
വീട്ടില് അത്യാവശ്യം എന്താ പറയാ ഫിനാൻഷ്യലി ടൈറ്റ് ആയ സമയം. അപ്പോൾ ആ ഒരു സമയങ്ങളൊക്കെ വരുമ്പോൾ എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു. സാധാരണ കുട്ടികളൊക്കെ സ്കൂളിലെ ക്ലാസ് റൂമിൽ എന്തിനായിരിക്കും പോകുന്നത്? ഡിറ്റാക്ഷൻ എഴുതാനും അല്ലെങ്കിൽ ടീച്ചറുടെ അടുത്തുനിന്ന് പനിഷ്മെന്റ് മേടിക്കാനോ അല്ലെങ്കിൽ നോട്ട്സ് വെക്കാനൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് ജുവൽസിന്റെ ബിസിനസ് ഉണ്ട്. ഞാൻ മാല, വള, മുത്ത് ഇതൊക്കെ ഓർത്ത് കുറെ ജുവൽസ് എൻ്റെതായിട്ടുള്ള ഐഡിയയിൽ ആ സമയത്ത് ചെയ്യും. അപ്പൊ ഞാൻ ക്ലാസ് വിട്ടിട്ട് ഈ കടകളിലൊക്കെ കൊണ്ടു നടന്നിട്ട് സപ്ലൈ ചെയ്തിട്ട് ഇതൊക്കെ സെല് ചെയ്യും. എത്രാം ക്ലാസ്സിൽ? 7ാം ക്ലാസ് തൊട്ട്. 6ാം ക്ലാസ്സിൽ പഠിച്ച് വരുമായിരുന്നു. 7ാം ക്ലാസ് തൊട്ടിട്ട് ഞാൻ സെല് ചെയ്യും. അപ്പൊ ടീച്ചേഴ്സിനെല്ലാം ഇത് ഞാൻ ഉണ്ടാക്കുന്ന ജുവൽസ് ഒക്കെ അട്രാക്റ്റീവ് ആയിട്ട് ഇവർ ആഴ്ചയിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് ഒക്കെ എൻ്റെ പർച്ചേസ് ചെയ്യും. അപ്പൊ ഞാൻ സ്റ്റാഫ് റൂമിൽ പോകുന്നത് ഇത് ഇവർക്ക് സെല് ചെയ്യാൻ വേണ്ടിയാ, ഇവർക്ക് സെല് ചെയ്യാൻ. അപ്പോൾ അവർക്ക് അറിയാം എനിക്ക് ഫീസ് അടയ്ക്കാനും എൻ്റെ കാര്യങ്ങൾക്കൊക്കെ അത് ഹെൽപ്പ് ആവും എന്നുള്ള രീതിയിലും കൂടെ ആ ഒരു ഇതിലും അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ നിറയെ ജുവൽസ് ഒക്കെ ഇടാൻ അതൊക്കെ ഒരു ട്രെൻഡായിട്ടുള്ള ഒരു സമയങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പിന്നെ കുറേ ഡിവിഷൻസിൽ എന്നെ എല്ലാവരും അറിയും. എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ മാത്രമല്ല അറിയാം. അപ്പോൾ എല്ലാവരും അറിയുന്നത് ഹനാൻ ജുവൽസ് സെല് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടിയുണ്ട്, നമുക്ക് അവളുടെ നിന്ന് മേടിക്കാം. അങ്ങനെ ഒരു സ്കൂൾ മുഴുവനും 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ, അപ്പൊ 4ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികൾ 10th വരെയുള്ള കുട്ടികൾ എല്ലാവരും എൻ്റെ അടുത്തുനിന്ന് ജുവൽസ് മേടിക്കാം. അത് എൻ്റെ ഏറ്റവും ഉയർന്ന റേഞ്ചിലുള്ള വില എന്ന് പറഞ്ഞാൽ 150 രൂപയുടെ. അന്ന് അത് വലിയ എമൗണ്ട് ആണ്. പിന്നെ 75 രൂപയുടെ, പിന്നെ അധികം കാശില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കാറ്റഗറിയിൽ 30 രൂപയുടെ ഉണ്ടാവും. അപ്പൊ അവരെല്ലാവരും 30 രൂപയുടെ മേടിക്കും. അപ്പൊ ഹനാൻ ഉണ്ടോന്ന് ചോദിച്ചിട്ട് 7ാം ക്ലാസ്സിലത്തെ കുട്ടി 7B ഡിവിഷനിലെ കുട്ടീനെ അന്വേഷിച്ച് എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾ വരും. വരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജുവൽസ് എൻ്റെ നിന്ന് വാങ്ങിക്കാനും. അപ്പൊ എനിക്കത് മാസം നല്ലൊരു എമൗണ്ട്, ആഴ്ചയിൽ എനിക്കൊരു 3000 രൂപ 4000 രൂപ വരെ ഒക്കെ എനിക്ക് കിട്ടും. പിന്നെ കടകളിൽ നിന്ന് വിൽക്കും. അത് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞിട്ട് ട്യൂഷൻ എടുക്കാനായിട്ട് പോകും. അപ്പൊ ഇതൊക്കെ എനിക്ക് ആ സമയത്ത് എന്താ പറയാ സർവൈവൽ ഓപ്ഷൻസ് ആയിരുന്നു. ട്യൂഷൻ എടുക്കാൻ പോയിരുന്നു. അതിന് താഴെയുള്ള കുട്ടികൾക്ക് ലേബറിന്റെ നോക്കി പറഞ്ഞു കൊടുക്കും. 3rd-ലെയും 4th-ലേക്ക് കുട്ടികൾക്ക് പറഞ്ഞു ഇത് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ എല്ലാവരും അന്ന് അവള് ആ കുട്ടി എടുത്തോട്ടെ. അപ്പൊ കുറച്ച് കുട്ടികൾ വന്നിട്ട് ഇവര് ഒരു ഏരിയയിൽ അവിടെ പോയിട്ട് ക്ലാസ് വിട്ടിട്ട് അവിടെ ഓടിച്ചെല്ലും. അങ്ങനെ അവിടുത്തെ ട്യൂഷൻ എടുക്കലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചെന്നിട്ട് ഇപ്പൊ ഷോപ്പിലൊക്കെ ഏതെങ്കിലും ഇത് കൊണ്ടുകൊടുക്കാണ്ടെങ്കിൽ അത് കൊണ്ടുകൊടുക്കും. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് അങ്ങനെ ജീവിക്കുന്ന ഒരു ലൈഫിൽ ഭയങ്കര ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. കാരണം നമ്മൾ ജോലി ചെയ്തുണ്ടാക്കിയിട്ട് ആ കിട്ടുന്ന എമൗണ്ട്, വീട്ടിലെ കാര്യങ്ങൾ, ഫീസ്, ഇതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റിയിരുന്നു. അപ്പൊ എനിക്ക് ആ ഒരു എന്നിരുന്നിട്ടും ചൈൽഡിഷ് എന്ന് പറയുന്ന ഒരു പാറ്റേണിൽ ഭയങ്കര കുസൃതിയൊക്കെ ആയിരുന്നു, ഭയങ്കര വികൃതി കുട്ടിയായിരുന്നു. പക്ഷെ എൻ്റെ ഈ അനുഭവങ്ങളൊക്കെ അപ്പൊ ഞാൻ ഇപ്പൊ ഇതുവരെ ഇവിടെ വന്നിരിക്കുന്ന ഒരു പൊസിഷനിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അത് എനിക്ക് അഭിമാനത്തോടു കൂടി ഞാൻ ആലോചിക്കുക. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് എനിക്കിപ്പോൾ കുറച്ചൊക്കെ സക്സസ്ഫുൾ ആയിട്ട് എൻ്റെ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന റൂട്ട്സിലൂടെയാണ് വന്നത്. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ ഇത്രയും മെച്ചൂർഡായിട്ട് ചിന്തിക്കുന്നത്, സംസാരിക്കാനായിട്ട് പറ്റുന്നത്. സ്റ്റഡീസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുക, എത്ര വരെ ഹനാൻ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ BSc കെമിസ്ട്രി ആയിരുന്നു ചെയ്തത്. പക്ഷെ എനിക്ക് മ്യൂസിക് കോഴ്സ് എടുത്തിട്ട് ആ റൂട്ടിൽ എൻ്റെ ലൈഫ് ലോങ് എനിക്ക് മ്യൂസിക് തന്നെ എല്ലാം കൊണ്ടും മ്യൂസിക്കിന്റെ ക്രിയേറ്ററായിട്ട് എൻ്റെ കയ്യിൽ കുറേ ത്രെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ത്രെഡ് എല്ലാം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ത്രെഡ് 100-300 ത്രെഡ് ഉണ്ടാവും. അപ്പൊ ആ ത്രെഡ്സ് എല്ലാം ഞാൻ പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്ത് അത് റിലീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ അച്ചീവ്മെന്റ്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവും എന്ന് എനിക്ക് അറിയാം. അപ്പോൾ അതിന്റെ പ്രാക്ടിക്കലി അത് നടത്തി വരുന്നതിനുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതും നമ്മൾ ഓവർകം ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഡ്രീം അച്ചീവ് ചെയ്യും. ഓക്കെ. ഇപ്പം പെട്ടെന്നൊരു ദിവസമാണ് നമ്മുടെ മറ്റാളുകളുടെ അറ്റൻഷൻ മുഴുവൻ ഹനാനിലോട്ട് എത്തുന്നത്. എനിക്ക് തോന്നുന്നു ആ യൂണിഫോം ഇട്ടിട്ട് മീൻ വിറ്റിരുന്ന ആ ഒരു ഇൻസിഡന്റിലാണ് പെട്ടെന്ന് എല്ലാവരുടെ അറ്റൻഷൻ ഹനാനിലോട്ട് വന്നത്. പെട്ടെന്നുള്ള അറ്റൻഷൻ ഹനാന്റെ ലൈഫ് എങ്ങനെയാ മാറ്റിയത്? ഒരു 21 വയസ്സുള്ള കുട്ടി ക്യാമറകൾ എന്താണെന്നോ ഇവിടുത്തെ മീഡിയയുടെ എന്താ പറയാ വയസ്സിലാണ് ആ ഒരു അറ്റൻഷൻ വരുന്നത്. ഇവിടുത്തെ മീഡിയയുടെ സ്ട്രാറ്റജീസ് എന്താണെന്ന് ഒന്നും നമുക്ക് അറിയാത്തൊരു സമയത്ത് പെട്ടെന്ന് കുറെ ക്യാമറകൾ എൻ്റെ മുന്നിൽ വന്നിട്ട് എൻ്റെ ഒരു ലൈഫ് ജേർണീനെ കുറിച്ച് ചോദിക്കുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ആ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ അപ്പം ഞാൻ ആലോചിക്കുക, അയ്യോ എനിക്ക് അണിഞ്ഞൊരുങ്ങിയൊക്കെ നിൽക്കണല്ലോ ഇവരെ മുന്നിൽ.
ഞാൻ ആഗ്രഹിക്കുക അപ്പോൾ ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുക അപ്പോൾ ഷൂട്ടുണ്ട്, അപ്പോൾ ഒരു ഷൂട്ടിനൊക്കെ പോകുമ്പോൾ അത്യാവശ്യം കണ്ണെഴുതി പൊട്ടുവിട്ട് അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടല്ലേ പോവുക. അപ്പൊ അങ്ങനെ എന്നെ കുറച്ച് ഭംഗിയിൽ എല്ലാവരും കാണട്ടെ. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ യാദൃശികമായിട്ട് കുറച്ച് മീഡിയ വന്നിട്ട് നമ്മുടെ ഷൂട്ടൊക്കെ നടത്തുമ്പോൾ നമ്മുടെ മുഖം ഭംഗിയായിട്ട് കാണുന്നുള്ളതായിരിക്കും ആദ്യം ഒരു പെൺകുട്ടിയെ ആഗ്രഹിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ സ്കൂളിൽ നിന്ന് തന്നെ എന്താ പറയാ എങ്ങനെയൊക്കെ ലിപ്സ്റ്റിക്കും കുറേ സാധനങ്ങളൊക്കെ എടുത്ത് മുഖമൊക്കെ മിനുക്കി ഞാൻ വന്നിട്ട് പോയി ഷൂട്ടിന് നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് ആ ഒരു പ്രായക്കാരിയായിട്ടുള്ള ഒരു കുട്ടിക്ക് ജനങ്ങള് ഒരു കണ്ണെഴുതിയത് കൊണ്ടും പൊട്ടുകൊട്ടത് കൊണ്ടും അതിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പറയപ്പെടും എന്നുള്ളത് ആ കുട്ടിക്ക് അന്നത്തെ ആ ഒരു മെച്യൂർ അല്ലാത്ത ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ആ ഒരു കുസൃതി കുട്ടിക്ക് അറിയില്ല, ആ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ നമ്മളെന്താ എനിക്കപ്പോ അങ്ങനെയുള്ള മീൻ വിൽക്കുന്നവർക്ക് നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മേക്കപ്പ് ഇടാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള വേർതിരിവുകളുള്ള സമൂഹമാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി യൂണിഫോമിലൊക്കെ ചെന്ന് ഭയങ്കര എനർജറ്റിക് ആയിട്ട് മീഡിയനെ ഫേസ് ചെയ്യുന്നു. എങ്ങനെ ഞാനപ്പോ ചോദിക്കുക എങ്ങനെയുണ്ട്, എന്നെ കാണാൻ ഭംഗിയുണ്ടോ, ഞാൻ ഓക്കെ ആണോ, നിങ്ങൾ റെഡിയാണോ, സംസാരിക്കാൻ റെഡിയാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അന്ന് ഇത്ര മാത്രം പ്രായമുള്ള ഒരു കുട്ടി അവളുടെ ഫീലിങ്സും കാര്യങ്ങളും അവളുടെ നിഷ്കളങ്കതയും എക്സ്പ്രസ് ചെയ്തപ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടത് വേറെ രീതിയിലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ മേക്കപ്പ് ഇട്ടിട്ടാണോ മീൻ വിൽക്കുന്നവർ വരുന്നത്, അപ്പോൾ ഈ കുട്ടി ഷോയാണ്, ആ രീതിയിലൊക്കെ എനിക്കെതിരെ കുറേ ആരോപണങ്ങളും കാര്യങ്ങളും വന്നു. പക്ഷേ പിന്നീട് CM അടക്കം ഒരു നെഗറ്റീവ്, ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ള പോലെ പല ആളുകളും വന്നിട്ട് ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർക്കെല്ലാം ബോധ്യപ്പെടുക. എൻ്റെ കോളേജിലുള്ള ആൾക്കാർക്കൊക്കെ ഓൾറെഡി അറിയാം. അപ്പം ഞാൻ ഈ മീൻ വിൽക്കുന്ന ജോലി അല്ല സർ കോളേജ്, ഈ പറയുന്ന ഒരു ജോലി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറേ ഇവൻ്റ് കാര്യങ്ങളിലൊക്കെ ഫ്രീലാൻസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒക്കെ പോയി നിന്നിട്ട് അപ്പോൾ നമ്മൾ ഫ്ലവർ ഗേളൊക്കെ ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് നല്ല വിഷമമാണ്. അപ്പോൾ അന്ന് വേറെ ആരുടെയൊക്കെ കീഴിൽ നിന്നിട്ട് ജോലി ചെയ്യുമ്പോൾ പല മിസ്ബിഹേവിയേഴ്സും പല സ്ഥലത്തു നിന്ന് ഉണ്ടായ കാരണം സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഒരു ജോലി ചെയ്യണം, ഒരു തൊഴിൽ ചെയ്യണം, പോക്കറ്റ് മണി ഉണ്ടാക്കണം, ഫീസ് അടയ്ക്കണം, മുന്നോട്ട് പോയി. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കുകയാണ് മീൻ വിൽക്കുന്നില്ലേ എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ ചെയ്തൊരു ജോലിയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ BSc കെമിസ്ട്രി പഠിച്ചിരുന്ന ഒരു സ്റ്റുഡൻറ്റിന് അവൾക്ക് എന്താ പറയുക, അല്ലെങ്കിൽ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എൻ്റെ കരിയർ വേറൊരു പാത്തിലെത്തണം, അതുവരെ എനിക്ക് സർവൈവ് ചെയ്യാൻ ഞാൻ ഒരു ജോലി ചെയ്തപ്പോൾ ആളുകളെല്ലാം ഞാൻ എന്നും ആ ജോലി ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ അതില്ലേ, ഇപ്പൊ മീമിക്കുന്നില്ലേ. അപ്പൊ നമ്മളെപ്പോഴും പുറകോട്ട് പോകരുത്, ലൈഫിൽ മുൻപോട്ട് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയിട്ട് വരണം എന്നുള്ളതാണ്. പക്ഷെ ആരും എൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ ഇതെല്ലാം ലൈഫിന്റെ ഒരു ഭാഗമാണ്. ജനങ്ങൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അന്ന് അതിൻ്റെ ഇടയിൽ എൻ്റെ നിഷ്കളങ്കത മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് എന്നെ ഇവിടെ ഇരുത്താനായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി ആവുന്നത്. ഇപ്പം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസിൽ പങ്കെടുക്കുന്നു. അപ്പോൾ അതിനൊക്കെ എന്നെ ഇവിടെ ഇരുത്തിയതും ആ പറയുന്ന ജനങ്ങൾ തന്നെയാണ്. കുറച്ച് പേരൊക്കെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് പേര് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തന്നു. അന്ന് CM ഒക്കെ എനിക്ക് അവാർഡ് തന്നു, ഖാദി ബോർഡിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കി. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് മെൻ്റലി അവർ തന്ന ഒരു സപ്പോർട്ട് ഇവിടെ വരെ എനിക്ക് ട്രാവൽ ചെയ്യാനായിട്ട് അതൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. ശരി, ഇപ്പം നമുക്ക് പെട്ടെന്നുള്ള ഒരു അറ്റൻഷൻ, നമുക്ക് കുറെ നെഗറ്റീവ്സും വരും, കുറെ പോസിറ്റീവ്, ഇതിന് രണ്ട് സൈഡ് ഉണ്ട്. അപ്പം ഇത്രയുള്ള ഇപ്പൊ ഇന്നത്തെ വരെയുള്ള ഒരു ജേണിയില് ഹനാനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിരുന്നത് ആരാ? ശരിക്കും ഫാമിലിയിൽ നിന്നാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണോ? ആരാണ് ഹനാനെ ഏറ്റവും സപ്പോർട്ടായിട്ട് ഈ ഫുൾ ജേണിയിൽ ഹനാന്റെ കൂടെ ഉണ്ടായിരുന്നത്? ഫുൾ ജേണിയിൽ എനിക്ക് ഉണ്ടായിരുന്നത് ഞാൻ തന്നെയാണ്. ഒറ്റയ്ക്കായിരുന്നു ഹനാൻ? ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു കുറച്ചിടെയായിട്ട് ബ്രദറൊക്കെ മെൻ്റലി നല്ല രീതിയിൽ സപ്പോർട്ട് തന്നുകൊണ്ടാണ് ഇപ്പം എൻ്റെ സോങ് ഒക്കെ ഇറങ്ങിയതിന് ശേഷം അവന് നല്ല നീ ഇനി വീണ്ടും വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ പേരുണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ മ്യൂസിക് ഫീൽഡിലുള്ളവർ തന്നെ അത്യാവശ്യം സ്റ്റുഡിയോയിൽ ഇരിക്കുന്നവരും പ്രോഗ്രാമേഴ്സും ഒക്കെ ഇപ്പം എന്നെ കണ്ടില്ലെങ്കിൽ നീ എന്താ റെക്കോർഡിങ്ങിന് വരാത്തെ എന്ന് ചോദിച്ച് വിളിക്കാനായിട്ട് നമുക്ക് സ്പേസ് തരാനായിട്ട് ആൾക്കാരുണ്ട്. പക്ഷെ ആദ്യം തൊട്ടുള്ള ഇതുവരെ ഇത്രയും ഒരു ജേർണിയിൽ ഒരു പോയിന്റ് വരെ ഇപ്പോൾ എനിക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ
ഒരാളുടെ കയ്യിൽ നിന്ന് ഹഗ് മേടിക്കാൻ ആഗ്രഹിച്ചിട്ട് എനിക്കത് ഒരു ജെന്യുവിൻ ഹഗ്, ഒരു ജെന്യുവിൻ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു ജെന്യുവിൻ ഹഗ്ഗോ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അതെനിക്ക് കിട്ടാതിരുന്നോണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രോങ് ആയത്. ഇപ്പൊ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പെയിൻ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്യാനും എൻ്റെ ഫീലിങ്സും അല്ലെങ്കിൽ എന്നെ കൺസിഡർ ചെയ്യാനും കൂടുതൽ എനിക്ക്, അപ്പോൾ ഞാൻ പറയും ആരൊക്കെ ഇല്ലെങ്കിലും എനിക്ക് വേണ്ടി ശബ്ദം ഉയർത്താനും സംസാരിക്കാനും ഞാനുണ്ടെന്ന് പറയും. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ടീച്ചർ അല്ലെങ്കിൽ ഒരു മെൻറ്റർ, അല്ലെങ്കിൽ എനിക്ക് എന്ത് രീതിയിലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവറായി പോരാൻ ഒരു സപ്പോർട്ടിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അത് എനിക്ക് ഞാൻ തന്നെയാണുള്ളത്. അതിന് ശേഷമാണ് മറ്റുള്ളവരെയൊക്കെ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ മാരാറിനെയൊക്കെ കുറേ കാര്യങ്ങൾ വലിച്ചു കീറാൻ ഉള്ള കാര്യങ്ങൾ പറയാനായിട്ട് പല കാര്യങ്ങളും ഞാൻ അവനൊക്കെ ഓങ്ങി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നും സ്വപ്നം കാണൂടോ ലാലേട്ടനെ. മാരാറിന്റെ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഒന്നും ചിന്തിക്കാതെ അന്തം ഫാൻസ് വന്നിട്ട് പറയുന്ന പോലെ നിങ്ങൾ പ്രതികരിക്കല്ലേ. ഫേവറിസം കാണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് രീതിയിൽ ഫേവറിസം കാണിച്ചു എന്ന് നിങ്ങൾ ലോജിക്കലി ഒരു കാര്യം പറയും. പല കൂട്ടം വഞ്ചിക്കാരെ പോയി വരുന്നൊരു കരയാണ്, പിടപിടക്കണ കൊഞ്ചും ചാളയും മിന്നിച്ചെത്തണ കാണൂലേ.